എല്ലാ മലയാളികളും വിഷു ആഘോഷത്തിന്റെ തിരക്കിലാണ്. പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ഓരോ മലയാളികളും വിഷു നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തവണ വിഷു ആഘോഷിക്കാൻ ഞങ്ങളോടൊപ്പം ഒരു കൊച്ചു കലാകാരി കൂടി എത്തിയിട്ടുണ്ട്. അബനി എന്നാണ് പേര്, പക്ഷെ അമ്പിളി എന്ന് പറഞ്ഞാലാണ് എല്ലാവർക്കും കുറച്ചുകൂടെ ആദ്യം മനസ്സിലാകുക, അല്ലേ? അമ്പിളി എന്ന് വിളിക്കണോ അബനി എന്ന് വിളിക്കണോ? അമ്പിളി എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അച്ഛൻ പരസ്യ ചലച്ചിത്ര സംവിധായകൻ ആദി ബാലകൃഷ്ണൻ, ഒപ്പം അമ്മ ഫ്രീലാൻസ് ജേർണലിസ്റ്റ് അരുണ. എന്തായാലും മോൾക്ക് സ്പെഷ്യൽ അവാർഡ് കിട്ടിയിരിക്കുന്നു. ഇത്തവണത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷം ഇത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. എങ്ങനെയുണ്ട് മോളെ, അവാർഡ് കിട്ടിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു അത് കേട്ടപ്പോ? ഭയങ്കര സന്തോഷമാണ്. ഒട്ടും വിചാരിച്ചില്ല. അന്ന് ഉച്ചക്ക് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് വല്ലതും കിട്ടുമായിരിക്കുമോ. ആരോട് പറഞ്ഞു? അമ്മയോട് എനിക്ക് വല്ലതും കിട്ടുമായിരിക്കുമോ അമ്മ വെച്ച. അപ്പൊ ഈ കുളിക്കാൻ വേണ്ടി പോയിട്ട് വന്നപ്പോ ഈ അച്ഛനും അമ്മ പിന്നെ അതങ്ങനെ പറഞ്ഞല്ലോ. ഒരുപാട് ഫോൺ വന്നപ്പോ ഞാൻ പോയപ്പോ അയ്യോ അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരുപാട് ഫോൺ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഒറ്റ വന്നിട്ട് പറഞ്ഞു ഇന്ന് കബഡി കിട്ടിയിട്ടുണ്ടെന്ന്, സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അതെങ്ങനെ സംഭവിച്ചു? അഭിനയിച്ചുകൊണ്ട് ക്യാമറ പേടിയില്ല. പിന്നെ സെറ്റിലെ ആൾക്കാരും ഫ്രണ്ട്സും അപ്പും കണ്ണൻചേട്ടനും ചാക്കോച്ചനങ്ങളും എല്ലാവരും നല്ല കൂട്ടായിരുന്നു. ഇവരൊക്കെ പറഞ്ഞു തന്നോ ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെയുള്ളത്, അതോ അച്ഛൻ പറഞ്ഞു തന്നോ? അച്ഛനും പറഞ്ഞു, സിദ്ധുമാമനും പറഞ്ഞു തന്നു. പിന്നെ ചാക്കോച്ചനങ്ങളുടെ കൂടെയാണല്ലോ അഭിനയിച്ചത്. ചാക്കോച്ചനങ്ങൾ എന്ത് പറഞ്ഞു അഭിനയിച്ചു കഴിഞ്ഞപ്പോ? നന്നായി എന്നൊക്കെ പറഞ്ഞു. ചാക്കോച്ചനങ്ങൾ ഞങ്ങളോട് നല്ല ഫ്രണ്ട്ലിയാണ്. ഞങ്ങളെ ഈ യൂനോ കളിക്കാറുണ്ട് സെറ്റില് ഒരു കാർഡ്. അപ്പോൾ അത് മുത്തുമണി ആൻറ്റിയാണ് ഞങ്ങൾക്ക് എല്ലാവരും പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ചാക്കോച്ചനങ്ങളും വരും കളിക്കാനൊക്കെ. കണ്ണൻ ചേട്ടനും അപ്പൂവും എല്ലാവരും നല്ല നല്ല കൂട്ടായിരുന്നു. എന്തായാലും മോള് സിനിമാ രംഗത്തേക്ക് കടന്നിരിക്കുന്നു. ആദ്യ സിനിമയിൽ തന്നെ സംസ്ഥാന ബാലതാരത്തിനുള്ള അവാർഡ്. അങ്ങനെ സ്വപ്നം കണ്ടിരുന്നു മോള് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ? അതിനുള്ള ഒരു സാധ്യത തോന്നിയിരുന്നു? ഇത് സിനിമയിലേക്ക് ഏറ്റവും പ്രിയ സുഹൃത്ത് ആണ്. സിനിമയിലേക്ക് സിദ്ധാർത്ഥാണ് സിനിമയിലേക്ക് മോളെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന കൂട്ടത്തിൽ ഇവളെ കണ്ടിട്ട് നമുക്ക് സിനിമയിൽ നോക്കിയാലോ, അത് ഒട്ടും പ്രതീക്ഷയില്ലാത്ത എന്തെങ്കിലും ചെറിയ വേഷമായിരിക്കും, നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് അവർ സ്ക്രീൻ ടെസ്റ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒന്നുമില്ല എന്താണ് സ്ക്രിപ്റ്റ് എന്ന് ചോദിക്കുക, അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു പരസ്യത്തിൽ ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ അവൾ ചെയ്തിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞങ്ങൾ പോയി ഷൂട്ടിന് പോയി. ആ ദിവസം ലൈറ്റൊക്കെ അടിച്ച് ചെറിയ കരച്ചിലൊക്കെ ആയി. അപ്പോൾ ഞാനിങ്ങനെ അരുണിനോട് പറഞ്ഞു ഇതിപ്പം പ്രശ്നമാവുകയാണെങ്കിൽ, പക്ഷേ അത് ആദ്യത്തെ ആ ഒരു ചെറിയ പ്രശ്നം കഴിഞ്ഞ ശേഷം ഓരോ ഫസ്റ്റ് ടേക്ക് ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ വേഷമായിരിക്കുന്നത്. പക്ഷേ സിനിമ അങ്ങോട്ട് ത്രൂ ഔട്ട് ആയപ്പോഴാണ് അതിൻ്റെ ഒരു പിന്നെ കഴിഞ്ഞ് സിനിമ തീർന്നതിന് ശേഷം അതിൻ്റെ റിസൾട്ടിൽ അപ്പൊ നമുക്കൊരു ഉറപ്പായിട്ടും ആ സിനിമ നന്നായി ചെയ്തു എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ചെറിയ പേരുണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു ദിവസം അതെന്ന് വെച്ചാൽ റിഫ്ലക്റ്റേഴ്സും മറ്റ് ലൈറ്റ്സും ഒക്കെ വന്നിട്ട് ഉച്ച സമയത്താണ് ഷൂട്ട്. പക്ഷേ 1:30 മണി സമയത്തുള്ള ഷൂട്ട്. ഫുൾ ലൈറ്റ്സ് വന്ന് കണ്ണിലേക്ക് അടിച്ച് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് തുടക്കമല്ലേ. അപ്പോൾ അത്രയും ലൈറ്റ്സ് വന്നു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. ആ ഒരു ബുദ്ധിമുട്ട് വന്നാൽ ചെറിയ തലവേദനയാണ്. അപ്പോൾ ഇത്തിരി ഒരു ചിണുക്കുണ്ടായി. കണ്ണിൽ ലൈറ്റ് അടിച്ചിട്ട് ഭയങ്കര വേദന എടുത്തു. അപ്പോൾ ഒന്നും ശരിയായില്ല. എന്തുവാ വെയിലത്ത് വെച്ചിട്ടേ. അപ്പോൾ ഭയങ്കര കണ്ണൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ കരഞ്ഞ്. ഈ അവസാനത്തെ ക്ലൈമാക്സ് ഒക്കെ ഷൂട്ടൊക്കെ വെള്ളത്തിൽ വെച്ചിട്ടായിരുന്നു. വെള്ളത്തിൽ മൂക്കിൽ വെള്ളം കയറി എന്നൊക്കെ പറഞ്ഞു കേട്ടു.
വല്ലാത്ത ബുദ്ധിമുട്ടായോ? പുറവും ഒക്കെ ഇടിച്ചു. ഒരു എന്തുവാ താഴേന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരു പലകേനകത്താ. അപ്പോൾ പെട്ടെന്നൊരു ചേട്ടനാണെങ്കിൽ എന്താന്ന് പറഞ്ഞോളൂ പെട്ടെന്ന് കയറി നിന്നു. അപ്പോൾ ഈ പലക മറിഞ്ഞ് എൻ്റെ മണ്ടയ്ക്ക് വീണു. അയ്യോ, എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒക്കെ ഇടിച്ചു. ഭയങ്കര വേദനയായിരുന്നു. ഷൂട്ടിംഗ് മുടങ്ങിയോ? അപ്പോൾ പറഞ്ഞു വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നാളെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നാളെയൊക്കെ നന്നായി ചെയ്തു. ചേച്ചി, പിന്നെ അവന് ഇങ്ങനെ ഒരു പേടിയില്ല, ഒരു കൂസലില്ലാതെ ഓടി ചാടി ചെയ്യുമ്പോഴൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താ സംഭവിക്കുക എന്നൊക്കെയുള്ള ആലോചിച്ചിട്ട്? ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടെൻഷനായിരുന്നു. ചാലക്കുടി എത്തിയപ്പോൾ തന്നെ ഇതാദ്യം പെരുമ്പാവൂര് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് എടുക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അവിടെ വെള്ളം കൂടുതലായതുകൊണ്ട് മഴയായതുകൊണ്ട് പറ്റിയില്ല. അത് അവിടുന്ന് മാറ്റിയിട്ട് ചാലക്കുടിയിൽ വെച്ചിട്ടായി. അപ്പോൾ ചാലക്കുടി ചെന്നപ്പോൾ തന്നെ പേടിയായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ എല്ലാവരും പറഞ്ഞു സിദ്ധു ഒന്നും പേടിക്കാനില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം തുമ്പോർമുല ഡാമിൽ ചെന്ന ആർക്കും പേടിയാവും. അതുള്ള സിനിമയില് അത്ര ഒരു സീൻ ഉണ്ടെന്നുള്ള സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഒരു ക്രിട്ടിക്കലായ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ സീനോ അങ്ങനെ ആയിരിക്കും സീൻ എന്നുള്ള കാര്യത്തിൽ അറിയില്ലായിരുന്നു. അസിസ്റ്റൻസിന്റെ സംസാരത്തിനിടയിൽ വെള്ളത്തിൽ വീഴുന്നൊരു സീനുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ കൊണ്ടുപോയി നീന്താൻ പഠിപ്പിച്ചു. ഷെഡ്യൂൾ ബ്രേക്ക് വന്ന സമയത്ത്. അപ്പം അത്യാവശ്യം അല്ലല്ല വെള്ളത്തിൽ ആടുണ്ടെങ്കിൽ നോക്കണ്ട. ആ നീന്തൽ പഠിത്തമൊന്നും ആ വെള്ളത്തിൽ ചെലവാകുന്നതല്ല. കാരണം അത്രത്തോളം ഒഴുക്കുള്ള പാർക്കെട്ടുകളുടെ ഇടയിലുള്ള അവിടെ ബോർഡില്ലേ, അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അത് അവിടെ തന്നെ ഇറങ്ങാനിരുന്ന് വെച്ചേക്കുന്ന അവിടെ തന്നെയാണ്. സിനിമ അവാർഡ് കിട്ടിയപ്പോഴാണ് സത്യസന്ധമായി പറഞ്ഞത് അതില് ആ റിസ്ക് അത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അവാർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും അതിലൊക്കെ സങ്കടം തോന്നിയിരുന്നു. കാരണം ഞാനൊരു ഡയറക്ടറാണെങ്കിലും ഞാനൊരു അച്ഛനാണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ഇമോഷണലി എനിക്ക് ഞാനിപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആർട്ടിസ്റ്റിനെ ആ ലെവലിൽ ചിലപ്പോൾ കൺസിഡർ ചെയ്തൊന്നും വരില്ല. അതെന്റെ പ്രൊഫഷനാണ് ഡയറക്ടർ. സ്വന്തം മകൾ ഇപ്പൊ മകളെ സിനിമയിൽ അഭിനയിപ്പിക്കുമ്പോൾ എൻ്റെ അച്ഛനായിട്ട് കൂടെ നിൽക്കുമ്പോൾ അത് ശരിക്കും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. പക്ഷെ ആ പേടിക്കാനുള്ള ഒരു ബുദ്ധി ഉണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് അതില്ലല്ലോ. പേടിക്കാൻ നമുക്കൊരു ബുദ്ധി വേണം. ആ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവന് പേടിക്കാനുള്ള ബുദ്ധി ഇല്ലെന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെയാണോ? നല്ല ബുദ്ധിയാണല്ലേ? അതെ. ഇപ്പൊ ഈ ക്ലാസ് ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ സ്കൂളിൽ ക്ലാസ് ഒക്കെ മിസ്സായില്ലേ? എവിടെ ഷൂട്ടിംഗ് സമയത്ത് അയച്ചു തരുമോ? എന്നിട്ട് അവിടെ ഇരുന്ന് പഠിക്കും? വലിയ സപ്പോർട്ടായിരുന്നു എന്തായാലും സ്കൂളിൽ നിന്ന്. ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അതെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. എക്സാം ഒക്കെ എങ്ങനെ നന്നായി എഴുതിയോ? എഴുതി. എന്നാലും വലിയ കോൺഫിഡൻസ് ഇല്ലല്ലോ. മാർക്ക് കുറയോ കണക്കിലോ? റിസൾട്ട് കിട്ടിയോ? വെരി ഗുഡ് ആണ്. അതെന്തായാലും നന്നായി. അപ്പൊ ഇനിയിപ്പം വിഷുവിന് എന്തൊക്കെയാ സ്പെഷ്യൽ പരിപാടികൾ? പടക്കം പൊട്ടിക്കും, പിന്നെ കൈനീട്ടം കിട്ടും. ആദ്യം കൈനീട്ടം കിട്ടുന്നതാണോ വലിയ കാര്യം? മിഠായി വാങ്ങിക്കാം. പടക്കം പൊട്ടിക്കാനൊക്കെ പേടിയാണോ? പണ്ട് എന്തുവാ ഒരു തവണ പഴക്കം കണ്ട് ഒടിച്ച് നെഞ്ചി വീണിട്ടുണ്ട്. എപ്പോ കുഞ്ഞിലായിരുന്നപ്പോഴോ? ഒരു 1ാം ക്ലാസ്സിൽ അങ്ങനെ ഓടിക്കുമ്പോൾ നെഞ്ചി വീണിട്ട് അവിടെ ഒരു പാട് വീണിട്ടുണ്ട്. ആൾക്കാർ സ്വന്തം മക്കളെ ആ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ അഭിനയം കൂടി അങ്ങനെ ചലച്ചിത്ര മേഖലയിൽ അങ്ങനെ പറഞ്ഞു? ഒരിക്കലുമില്ല. കാരണം സിനിമ എന്നുള്ളത് ഒരു ഇഷ്ടത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ പാഷന്റെ പുറത്തോ ഉള്ളതാണ്. അത് നമ്മൾ കുഞ്ഞിലേക്ക് അടിച്ചേൽപ്പിക്കുക അത്തരം കാര്യങ്ങളില്ല. സിനിമ നമുക്കൊരു നോക്കിയാലോ, ഒരു പരസ്യത്തിൽ ഇങ്ങനെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ, ഒന്ന് ചെയ്ത് നോക്കിയാലോ, പിന്നെ എന്താ വെച്ചാൽ ചെയ്യാം എന്ന് പറയുന്നതിന് പുറത്താണ് സിനിമയുടെ ഫ്രണ്ടിലേക്ക് കയറും. ഇപ്പോൾ ക്യാമറ ചെയ്യും, അത്യാവശ്യം ചെറിയ ക്യാമറ ഉപയോഗിച്ചിട്ട് ചെറിയ ഷോർട്സ് എടുക്കും, ഇപ്പോൾ അത്യാവശ്യം എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അതിനുള്ള ശ്രമം. അപ്പം നമ്മൾ വേണ്ടൊരു വഴി, ഇഷ്ടമുള്ള വഴിയിലേക്ക് തിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാവുന്ന ഒരു വഴിയാകുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം നമ്മളൊരു വഴി വെട്ടി വരുന്ന ഒരാളാണ്. ശരിക്കും നമ്മുടെ മുമ്പിൽ വഴിയില്ല, നമ്മൾ വഴി ഉണ്ടാക്കി വരും.
മനസ്സ്? നമ്മൾ പ്രത്യേകിച്ചൊന്നും നന്നായി പോവുക, അത്ര മാത്രമേ ഉള്ളൂ. സിനിമയിലേക്ക് വരുന്ന സമയത്തും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴും ഞങ്ങളൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. അത് വരാതെ നോക്കണം എന്ന് ആദ്യം എടുത്ത് പറയുമായിരുന്നു. ശരിക്കും ഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ പോലും ആദ്യം പറയാറുണ്ട്, ഒരു കുഞ്ഞു കുട്ടിയെ പോലെ ഇരുന്നാൽ മതി, ഒരു മാല വാങ്ങുമ്പോൾ പോലും ഒരു നടിയാവുക എന്നുള്ളതല്ല, ഒരു നല്ല കുട്ടിയാവുക എന്നുള്ളത് തന്നെയാണ് ശരിയാണ്. പക്ഷേ സാധാരണ കുട്ടിയായിട്ട് ഇരിക്കാൻ പറ്റണം. ഇങ്ങനെ സിനിമയിൽ അഭിനയിച്ചു, അവാർഡ് വാങ്ങിച്ചു, ക്ലാസ്സിൽ തന്നെയും സ്കൂളിൽ തന്നെയും ഒരു സ്പെഷ്യലാണ്, അത് ശരിയാണ്, കുടുംബത്തിലും സ്പെഷ്യലാണ്. പക്ഷെ ആ സമയത്തും നമ്മൾ സാധാരണ കുട്ടികളെ പോലെ പെരുമാറാൻ പറ്റുക, സാധാരണ ജീവിതാവസ്ഥകളൊക്കെ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റപ്പെട്ടു പോകത്തില്ലേ. അല്ല, ഇതിപ്പോ അമ്മയ്ക്ക് അച്ഛനല്ലോ മോളോടൊന്നും പറഞ്ഞിട്ടില്ലേ? പുതിയ എന്തെങ്കിലും വന്നോ? ഇത് ഓഗസ്റ്റിൽ ഞാൻ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു 8 വയസ്സുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ക്യാരക്ടർ. ഒരു ത്രൂ ഔട്ട് അതാണ് ത്രൂ ഔട്ട്. അതെ അതെ. അപ്പോൾ അഭിനയെ വെച്ച് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സിനിമയൊന്നും ആയിരുന്നില്ല അത്. പിന്നെ അഭിനയ ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അഭിനയ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ അഭിനയ പറഞ്ഞു കുഴപ്പമില്ല അച്ഛാ നമുക്ക് ചെയ്യാം എന്നുള്ളത്. ഇപ്പം അങ്ങനെയാണല്ലോ, അങ്ങനെ 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 ഞാൻ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയല്ല, അച്ഛന് കൊടുക്കുന്നു സ്പെഷ്യലായിട്ട്. അച്ഛൻ അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോട്ടെ എന്ന് മോള് വിചാരിക്കും. അഭിനയുടെ കുടുംബത്തിന്റെ വിഷുവിശേഷങ്ങൾ മാത്രമല്ല, അഭിനയെ കാണാൻ കുറച്ച് കൊച്ചു കൂട്ടുകാർ കൂടി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവരോടൊപ്പമുള്ള വിഷുവിശേഷങ്ങൾ കാണാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മോളുടെ പേരെന്താ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2nd സ്റ്റാൻഡേർഡ്. പേരെന്താ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 1. പേരെന്താ? എത്രാം ക്ലാസ്സിലാ? 2nd സ്റ്റാൻഡേർഡ്. എന്താ പേര്? എത്രാം ക്ലാസ്സിലാ? 3rd സ്റ്റാൻഡേർഡ്. എന്താ പേര്? എത്രാം ക്ലാസ്സിലാ? അല്ലേ. ഞാൻ സിനിമയിലൊരു പാട്ട് പാടാം. അതേ എനിക്കറിയത്തുള്ളൂ. വാനം മേലെ ചിറകേറിപ്പോവാ ഓടം പൂവേ ചിറകേറിപ്പോവാ ജിൽ ജില്ലും ജുഗു ജുഗു ജില്ലും മാറിപ്പോന്നൊരു കിളിയേ ഓ ഓ ജിൽ ജില്ലും ജിഗു ജിഗു ജില്ലും മാറിപ്പോന്നൊരു കിളിയേ കാലത്തെ പാട്ടും പാടി എങ്ങോട്ടാ പോണേ. അപ്പോൾ ചേച്ചിക്ക് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചിയുടെ സ്കൂളൊക്കെ മിസ്സാവില്ലേ? അങ്ങനെ പോവല്ലോ, സ്കൂളിലൊക്കെ പോവല്ലോ. പോകുമ്പോൾ ആൾക്കാർ ഫ്രണ്ട്സിനെ വീണ്ടും കാണും, അവരോട് കളിക്കും. ചേച്ചി സിനിമയിലെ വിശേഷം? സിനിമയിലെല്ലാവരും കൂട്ടാണ്. ചാക്കോച്ചങ്ങൾ ഞങ്ങളോട് നല്ല കൂട്ടാണ്. സിദ്ധുമാവും കൂട്ടാണ്. എല്ലാവരും സെറ്റിലെ എല്ലാവരും കൂട്ടാണ്. ചേച്ചി സിനിമയിലൊക്കെ പോയിട്ട് സ്കൂളിൽ ചെന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്തോന്ന് പറഞ്ഞു? നന്നായിട്ട് അഭിനയിച്ചു എന്ന് പറഞ്ഞു. ചേച്ചിൻ്റെ സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഏതാ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഫ്രണ്ട്സാ. എല്ലാവരും ഇഷ്ടം, എല്ലാ മലയാളവും തെലുങ്കും എല്ലാവരും ഇഷ്ടം. ചേച്ചിക്കാണെങ്കിൽ സിനിമയിൽ വെള്ളത്തിൽ വീണപ്പോൾ പേടിയില്ലായിരുന്നോ? നീന്തലടിച്ചോണ്ട് പേടിയില്ലായിരുന്നു. എങ്ങനെയെങ്കിലൊക്കെ നീന്തിയൊക്കെ പോവും വെള്ളത്തിൽ വീണ. പിന്നെ കയ്യിറക്ക് കെട്ടിയാണ്ട് കുഴപ്പമില്ല. ചേച്ചി സിനിമയിലൊരു ഡയലോഗ് പറയാം. എനിക്ക് ഒരെണ്ണേ അറിയത്തുള്ളൂ. എന്നെ പറയാമേ. എൻ്റെ അപ്പു ഭയങ്കര ശക്തിയുള്ള പൂവാ അക്കരെ കാട്ടില്ല. അത് ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പുവിൻ്റെ ആഗ്രഹം എന്തായാലും ദേവി സാധിച്ചു തരും ഉടനെ. നോക്കിക്കോ. താങ്ക് യു ചേച്ചി. യു വെൽക്കം. ചേച്ചിയുടെ സ്കൂളിൽ ടീച്ചർ വഴക്ക് പറയാറുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞങ്ങളെ പെൺകുട്ടികളെ എത്ര വഴക്കറിയില്ല, ആൺകുട്ടികളെ കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്. സ്കൂളിൽ ഞങ്ങൾക്ക് നല്ല
ഒരാളോട് മിണ്ടിയിട്ട അപ്പോൾ അവരോട് കട്ടിയിടാൻ പറയും. അങ്ങനത്തെ ഫ്രണ്ട് സർക്കിൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ പിള്ളേർ ഭയങ്കര വികൃതി. ഒരു ബെഞ്ചിൽ നിന്ന് അടുത്ത ബെഞ്ചിലോട്ട് ചാടി ഒരു ദിവസം ഒരു കുട്ടീനെ മൂക്കിയിൽ നിന്ന് എങ്ങാണ്ട് വെറുതെ ചോര എങ്ങാണ്ട് വന്നു. അപ്പോൾ ഇങ്ങനെ വികൃതിയല്ല ഇരിക്കുന്നത്. വികൃതിയാണോ അങ്ങനത്തെ? പൗലോ കൊയ്ലോ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് സാധിച്ചു തരാൻ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുമെന്ന്. സത്യത്തിൽ ആരാ കൊച്ചു പൗലോ കൊയ്ലോ? ചേച്ചി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി നല്ലോട്ട്. ചേച്ചി പരീക്ഷ എളുപ്പമായിരുന്നോ? പിന്നെ നല്ല എളുപ്പമായിരുന്നു. ചേച്ചി ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? അങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല, കാരണം എല്ലാം ടഫും എല്ലാം ഈസിയുമാണ്. ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഏതാ? ഹിന്ദി. ചേച്ചി ഹിന്ദി സിനിമയിൽ വിളിച്ചാൽ എങ്ങനെ അഭിനയിക്കും? അതവിടെ എങ്ങനെയൊക്കെ പറഞ്ഞു തന്നാൽ ഞാൻ അങ്ങനെയൊക്കെ അഭിനയിച്ചളയും. മുടി എങ്ങനെയാ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നോക്കുന്നത്? അതൊന്നുമില്ല, അമ്മ തരും മുടക്കൊക്കെ. മുടി ഇത്ര നല്ല നന്നായിട്ട് വളർത്തുന്നല്ല, ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ദിവസം വെള്ളത്തിൽ പലക ഉണ്ടല്ലോ, പലകയിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഒരു ചേട്ടൻ അണ്ടയ്ക്ക് എന്നിട്ട് പലക എൻ്റെ പുറത്ത് കമ്മന്ന് വീണു. അമ്മ ഭയങ്കര വേദനയായിരുന്നു. വെള്ളത്തിൽ വീണപ്പോഴേ നീന്താൻ അറിയാമോ? അറിയാം. ഒരു ദിവസം 10 ദിവസമൊക്കെ നീന്തൽ പഠിക്കാൻ പോയി. അതുകൊണ്ട് വെള്ളത്തിൽ എങ്ങനെയെങ്കിലൊക്കെ വീണാൽ രക്ഷപ്പെടാനൊക്കെ അറിയാം. വെള്ളത്തിൽ വീണപ്പോഴേ മുങ്ങിപ്പോയോ? നന്നായിട്ട് മുങ്ങി. അപ്പോൾ ഞങ്ങൾ നല്ല എന്തുവാ അപ്പു 4 വർഷമായി പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനാണെങ്കിൽ 10 ദിവസം പോലും പോയിട്ടുണ്ടോന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര വേദനയായിരുന്നു. വീട്ടിൽ പോകുമ്പോൾ അത് നടുവൊന്നും കുനിയാനൊന്നും പറ്റത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ റെഡിയായി. നല്ല ഭംഗിയുള്ള സ്ഥലത്തായിരുന്നു സിനിമ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടിമാലി നല്ല മഞ്ഞ, അവിടെ പൂവും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം അടിമാലി, പെരുമ്പാവൂര്. അടിമാലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, കാരണം അവിടെയാണ് കുറേ ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തതൊക്കെ. ഇന്നത്തെ പകലിന്റെ വെയിലാറും മുൻപേ വാ, വേലെ മുഴക്കം കേട്ടല്ലോ, നീ പായും നേരത്ത് ഞാനുണ്ടി മുറ്റത്ത്, ഇനി ഞാനും കൂടി പോന്നാലോ. എല്ലായിടത്തും പോയി സദ്യ ഉണ്ണും, കൈനീട്ടം കിട്ടും, സമ്മാനം കിട്ടും, പടക്കം പൊട്ടിക്കും. നല്ല രസമാണ്. വിഷുവിന് എല്ലായിടത്തും പോയി. ചേച്ചിക്ക് സദ്യയിൽ ഇഷ്ടപ്പെട്ട കറി എന്താണ്? കറി എല്ലാം ഇഷ്ടം. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട പായസം? നല്ല പായസം. നല്ല കൂട്ടാൻ. ഞങ്ങൾ സെറ്റ് ചെയ്ത് കളിക്കാറുണ്ട്. ചാക്കോച്ചനങ്ങളും സിദ്ധുമാവനും മുത്തുമണി ആൻറ്റിയും എല്ലാവരും ഇരുന്ന് കളിക്കാറുണ്ട്. ഞങ്ങൾ കളിച്ച് ഇങ്ങനെ ജയിക്കും. ഒരു ദിവസം ഞങ്ങൾ തീരാനായപ്പോൾ പോകുന്നത് ഭയങ്കര വിഷമം വന്നു. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സ്പെഷ്യൽ കാർഡൊക്കെ കിട്ടും. ന്യൂനോ എന്ന് പറഞ്ഞിട്ട് കാർഡൊക്കെ കിട്ടും. ഞങ്ങൾക്ക് ഇങ്ങനെ റിവേഴ്സ് അങ്ങനത്തെ 2+ അങ്ങനത്തെ ഒക്കെ കിട്ടുന്നത്. ഒന്നും കിട്ടുന്നില്ല. 4, 4+ ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഡയറക്ടർ സിദ്ധുമാമ്മനും കൂടി ഉണ്ടായിരുന്നു. കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഞങ്ങളിങ്ങനെ ഞാൻ ആദ്യമേ കളിച്ച് ജയിച്ചു പോയി. എന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഈ സിദ്ധുമാമൻ ഇങ്ങനെ ഫുള്ളും തറയെ വെച്ചിട്ടാണ് കളിക്കുന്നത്. ഫുള്ളും കാണിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നും ഇടാൻ പറ്റും. ഞങ്ങളിങ്ങനെ കാർഡ് കിട്ടുന്നവരെ എടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കൊന്നും ഇടാൻ പറ്റില്ല. എടുത്താൽ ഞങ്ങൾക്ക് വീണ്ടും കൂട്ടിയിടും. വേറെ ഒരു വഴിയില്ലേ? പാവയ്ക്കത്തോട്ടത്ത് വെച്ചായിരുന്നു എനിക്ക് കയ്യടി ഒരുപാട് കിട്ടിയത്. കാരണം ഞങ്ങൾ അങ്ങാണ്ട് അവിടെ ഞാനും കണ്ണൻചേട്ടനും ഉപ്പുമൊക്കെ ഭയങ്കര വഴക്കിലെങ്ങാണ്ടിരിക്കുമ്പോൾ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് ചാടുന്ന സീനുണ്ട്. അപ്പോൾ അവന്മാരെ 2 പേരെയൊക്കെ വെച്ച് ചാടിപ്പിക്കുന്നുണ്ട്. അപ്പം എന്നെ അടിച്ച് ചാടിയപ്പോൾ ഞാൻ തോന്നുന്നു പാവയ്ക്ക ഇതില്ലേ ചെറിയ സ്ഥലമാണ്, താഴെ ചേർന്ന് നമ്മളിങ്ങനെ കുനിഞ്ഞാണ് നിൽക്കുന്നത്.
ചാടിയത് അതിൻ്റെ മണ്ടയ്ക്കൂടെ പോയി. ഞാൻ ചാടി നിൽക്കുന്നത് വേറെ സ്ഥലത്താണ്. അപ്പോൾ അമ്മ അത് കൈ ഇടിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ചേച്ചിക്ക് സ്കൂളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ഏതാ? എല്ലാ ടീച്ചറിനെ ഇഷ്ടം. ഏറ്റവും ഇഷ്ടം ഏതാ? എൻ്റെ ക്ലാസ് ടീച്ചർ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടം. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ പോവുക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആദ്യം ഒരു സാറായിരുന്നു, യോഗീന്ദ്രൻ സിംഗ് സാറ്. അപ്പോൾ ആ സാറ് എന്തോ ട്രാൻസ്ഫർ വേണ്ടി പോയി. പിന്നെ ഞങ്ങളുടെ ഇപ്പോഴത്തെ സീമ മാഡം റിട്ടയറായി എങ്ങാണ്ട് ജോലി രാജിവെച്ച് പോവുക. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ടീച്ചറിന് ഭയങ്കര സങ്കടമാണ്. എങ്ങനെ പഠിച്ചു അഭിനയമൊക്കെ? സിദ്ധുമാമനും അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പഠിച്ചു. അച്ഛൻ്റെ ഒരു ആഡ് അഭിനയിച്ചുകൊണ്ട് ക്യാമറ പേടിയില്ല, അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ആദ്യത്തെ ദിവസം ഈ ലൈറ്റും ഒക്കെ അടിച്ചിട്ട് വെയിലും ഒക്കെ കൊണ്ടിട്ട് കണ്ണ് ഭയങ്കര വേന എടുത്തിട്ട് കരഞ്ഞ് പോയി കിടന്ന് പിന്നെ എല്ലാ സീനും ഒറ്റ ടേക്കിലും ഒക്കെ ആക്കി. വിഷു അല്ലേ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ഒരു സർപ്രൈസ് തരട്ടെ. ഞങ്ങളൊരു വലിയ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. താങ്ക് യു. ഇതിനകത്ത് എന്താ വലിയ ഗിഫ്റ്റാണ്. ഇത് എന്താ ഇതിനകത്ത്? തുറന്നു നോക്ക്. കൊള്ളാലോ, നല്ല രസമുള്ള ഗിഫ്റ്റാണല്ലോ. ഒരു പേരിടാം. എന്ത് പേരിടാം? ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പേര്. എനിക്കെന്ത് പേര്? നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഒരു പേര് പറ. പിങ്കു, നല്ല പേര്, പിങ്ക് ആയതുകൊണ്ട്. പിങ്കു.